Optimal health is not the very absence of diseases, but the complete physical, mental, social, and economical well being of a person. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സമ്പൂർണ്ണ ആരോഗ്യം 4 കാര്യങ്ങളുടെ കൂട്ടായ്മയാണ്. ശരിയായ പോഷകം, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, നല്ല ചിന്താഗതി. നിങ്ങളുടെ അസുഖങ്ങൾക്കുള്ള മരുന്ന് നിങ്ങളുടെ ഭക്ഷണങ്ങളിലെ പോഷകം തന്നെയാണ്. ഹിപ്പോക്രാറ്റീസ്. സമ്പൂർണ്ണ ആരോഗ്യത്തിൽ പോഷക സപ്ലിമെൻറ്റുകളുടെ പ്രാധാന്യം. ഇതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം. ഇതിനു മുമ്പ് നമ്മൾ വെൽനസ്, സൗഖ്യം, അതുപോലെ ഒപ്റ്റിമൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സമ്പൂർണ്ണ ആരോഗ്യത്തിൽ പോഷക സപ്ലിമെൻറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അതിൽ പ്രതിപാദിച്ചിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ഓഫ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ഇൻ ഒപ്റ്റിമൽ ഹെൽത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യമർഹിക്കുന്നതാണ് സപ്ലിമെൻറ്റുകൾ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി നമ്മൾ എപ്പിസോഡുകളായി ചെയ്യാൻ പോവുകയാണ് വീഡിയോകൾ. ഇന്നത്തെ ആരോഗ്യമാണ് നാളെയുടെ സമ്പത്ത് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ആരോഗ്യത്തോടു കൂടി ഉള്ള ഒരു ജീവിതം ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പോഷക സപ്ലിമെൻറ്റുകൾ അഥവാ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്. ഈ അടുത്ത് വരെ ആരോഗ്യ വിദഗ്ധർ പോലും പറഞ്ഞിരുന്നത് ശരിയായ ആരോഗ്യത്തിന് സപ്ലിമെൻറ്റുകൾ ആവശ്യമില്ലെന്നാണ്. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി എല്ലാ പോഷകങ്ങളും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കാരണം. വ്യത്യസ്ത തരത്തിലുള്ള പഠനങ്ങളിലൂടെ പോഷക വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാം നിസ്സാരമായി കാണുന്ന പോഷകങ്ങളായ മാംസ്യം അഥവാ പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുക്കൾ അഥവാ മിനറൽസ്, മറ്റു പോഷകങ്ങൾ എന്നിവയുടെ കുറവ് പല മാരക അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നുള്ളതാണ്. 60 വർഷങ്ങൾക്ക് മുമ്പേ പോഷക സപ്ലിമെൻറ്റുകൾ ലഭിച്ചിരുന്നുവെങ്കിലും നിസ്സാരമായിട്ടാണ് ജനം കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സപ്ലിമെൻറ്റുകൾ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നായി മാറി. എന്താണ് സമ്പൂർണ്ണ ആരോഗ്യം? സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്നതിൽ പോഷക സപ്ലിമെൻറ്റുകളുടെ പ്രാധാന്യമെന്ത് എന്നിവയെ സംബന്ധിച്ചാണ് ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. മാംസ്യം അഥവാ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ അഥവാ മിനറൽസ്, വളരെ പ്രധാനപ്പെട്ട ഹെർബൽസ് എന്നിവ സമ്പൂർണ്ണ ആരോഗ്യം നേടുന്നതിലുള്ള പങ്കിനെക്കുറിച്ച് ചെറിയ ഒരു വിവരണമാണ് ഈ വീഡിയോ എന്നാകാം. സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് ഒരു ഉത്തമ വഴികാട്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ എപ്പിസോഡുകളിലൂടെ ആരോഗ്യസമ്പന്നമായ ഒരു ഇന്ത്യൻ ജനതയെ എങ്ങനെ സൃഷ്ടിക്കാം അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല അസുഖങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ നടന്ന പഠനം ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് വിളിച്ചോതുന്നത്. അവയിൽ പ്രധാനപ്പെട്ടത് ഇവയാണ്. 2030 ലോക ഹൃദ്രോഗികളിൽ 90% ഇന്ത്യക്കാരാകും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കാൽക്കുലേഷൻ. അടുത്ത 20 വർഷം കൊണ്ട് 40 കോടിയോളം ഹൃദ്രോഗികൾ ഇന്ത്യയിലുണ്ടാകും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഹൃദ്രോഗം മൂലം ഓരോ വർഷവും 24 ലക്ഷം പേർ ഇന്ത്യയിൽ മരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് ഇന്ത്യയിൽ ഓരോ വർഷവും 8 ലക്ഷം പേർ ക്യാൻസർ മൂലം മരിക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ നടത്തിയ പഠനത്തെ ആസ്പദമാക്കിയുള്ള വിവരങ്ങൾ. 800 കുട്ടികളെ സർവേ ചെയ്തതിൽ 13% പേർക്ക് അമിതവണ്ണം, 25% പേർക്ക് ഉയർന്ന കൊളസ്ട്രോൾ, 35% പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം, 33% പേർക്ക് പ്രമേഹ സാധ്യത. ഇനിയും നമ്മൾ സമ്പൂർണ്ണ ആരോഗ്യത്തെ സംബന്ധിച്ച് അറിയാനും കൈവരിക്കാനും ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കുക എന്നത് ഏവർക്കും ആഗ്രഹമുള്ള കാര്യമാണെങ്കിലും മേൽപ്പറഞ്ഞ അസുഖങ്ങൾ വന്നാൽ ഒരുപക്ഷെ മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കുറച്ചു കാലം ജീവിക്കുക, കൂടുതൽ കാലം മരിക്കുക. 25-30 വയസ്സിൽ ഒരു വ്യക്തിക്ക് പ്രമേഹം വരുന്നു. ഡോക്ടർ മരുന്ന് കുറിക്കുമ്പോൾ ആ വ്യക്തി ഒരു മുടക്കം വരാതെ മരുന്ന് കഴിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം മരുന്ന് നിർത്തിയാൽ ഒരു പക്ഷെ മരണം സംഭവിക്കുമെന്ന്. യഥാർത്ഥത്തിൽ പ്രസ്തുത വ്യക്തി 25-30 വയസ്സിൽ തന്നെ മരണപ്പെട്ടതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മരണത്തെ 30-ാം വയസ്സിൽ
നിന്ന് ഏകദേശം 60-70 വയസ്സ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു. അസുഖം വരുന്നതിന് മുമ്പ് അദ്ദേഹം കഴിച്ചിരുന്ന രുചിയുള്ള ഭക്ഷണങ്ങൾ പിന്നീട് കഴിക്കാൻ കഴിയില്ല. പണമുണ്ട്, പക്ഷേ മധുരമുള്ള ഒന്നും കഴിക്കാൻ കഴിയില്ല. നമ്മുടെ മുൻഗാമികളുടെ സ്ഥിതി നോക്കുമ്പോൾ അവർ കൂടുതൽ കാലം ജീവിക്കുക, കുറച്ചു കാലം കൊണ്ട് മരിക്കുക എന്ന രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. മരിക്കുന്നതിൻ്റെ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് വാർദ്ധക്യ സഹജമായ അസുഖം വരുന്നു, മരണം സംഭവിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മുൻഗാമികൾ ജീവിച്ച രീതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം. ശാസ്ത്രങ്ങൾ പറയുന്നു മനുഷ്യന് ഇന്ന് കാണുന്ന അസുഖങ്ങൾ ഒന്നും വരാതെ 100 വയസ്സിന് മുകളിൽ ജീവിക്കാൻ കഴിയുമെന്ന്. കാരണം ലോകത്ത് ഇന്നും പല പ്രദേശങ്ങളിലും 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്നവരുണ്ട്. ഉദാഹരണമായി ചൈനയിൽ ടിബറ്റ് എന്ന പ്രദേശത്ത് ഇന്നും കൂടുതൽ പേർ 100 വയസ്സിന് മുകളിൽ ജീവിക്കുന്നവരാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ടല്ലാതെ ഇവർ മരിക്കുന്നില്ല. പക്ഷേ ഇന്ന് നാം കാണുന്നത് 30-ാം വയസ്സിൽ അസുഖം വന്ന് 50-60 വയസ്സാകുമ്പോഴേക്കും ജീവിതം മടുക്കുന്നു. എന്നാൽ മനുഷ്യനേറെ ആഹ്ലാദിക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യവാനായി 100 വയസ്സിന് മുകളിൽ ജീവിക്കാമെന്നുള്ള സത്യം. 60 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് കരുതിയ നമുക്ക് 40 വർഷം കൂടി ഈ ഭൂമിയിൽ ആരോഗ്യവാനായി ജീവിക്കാം എന്നറിഞ്ഞാൽ ഇതിൽ പരം സന്തോഷിക്കാൻ കഴിയുന്ന മറ്റെന്തുണ്ട്? പോഷക വിദഗ്ധർ പറയുന്നു, ഇത് നേടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, സമ്പൂർണ്ണ ആരോഗ്യം കൈവരിക്കുക, ഒപ്റ്റിമൽ ഹെൽത്ത്. സമ്പൂർണ്ണ ആരോഗ്യം നേടണമെങ്കിൽ 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ശരിയായ വ്യായാമം അഥവാ പ്രോപ്പർ എക്സസൈസ്, ശരിയായ വിശ്രമം, പ്രോപ്പർ റിലാക്സേഷൻ, നല്ല ചിന്താഗതി, പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, 4 ശരിയായ പോഷകം, പ്രോപ്പർ ന്യൂട്രീഷൻ. ശരിയായ വ്യായാമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സമ്പൂർണ്ണ ആരോഗ്യത്തിൽ വ്യായാമത്തിന് വളരെയധികം പങ്കുണ്ട്. ഇന്ന് കാണുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് വ്യായാമരാഹിത്യമാണ്. പഴയ തലമുറകൾക്ക് വ്യായാമം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ദൈനംദിനം ചെയ്തിരുന്ന ജോലിയിലൂടെ അവരുടെ ശരീരത്തിന് വ്യായാമം കിട്ടിയിരുന്നു. ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ മുമ്പ് കാൽനടയായി പോയിരുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നാം വാഹനങ്ങളിൽ പോകാൻ തുടങ്ങി. ജീവിതത്തിൽ വ്യായാമം കുറഞ്ഞത് അസുഖങ്ങൾ വരാൻ കാരണമായി. നൂതന സയൻസ് വ്യായാമത്തിന് സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ബദൽ സമ്പ്രദായം കണ്ടുപിടിച്ചു. ദിവസം നടക്കുക, ഓടുക, ഹെൽത്ത് ക്ലബിൽ പോകുക തുടങ്ങിയ ദൈനംദിന പ്രവൃത്തിയിലൂടെ ശരീരം ഇളക്കാത്തവരെയെല്ലാം ഈ സപ്ലിമെൻ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കി. ശരിയായ വിശ്രമം. ഇന്ന് കാണുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് സ്ട്രെസ്സ് അഥവാ പിരിമുറുക്കമുള്ള ജീവിതം. മുൻഗാമികൾക്ക് പിരിമുറുക്കമുള്ള ജീവിത സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നുള്ള വ്യക്തികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പിരിമുറുക്കം അഥവാ സ്ട്രെസ്സ് അനുഭവിക്കുന്നു. രാവിലെ സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് കുട്ടികളെ അണിയിച്ചൊരുക്കുന്നതിന് സമ്മർദ്ദമാണ്. ചെറിയ സാധനങ്ങൾ പോലും എവിടെയെങ്കിലും വെച്ച് മറന്നാൽ ആദ്യമായി ഈ സമയത്തെല്ലാം ശരീരത്തിൽ അമിതമായ സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം മാരക അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ആധുനിക ജീവിതത്തിൽ പിരിമുറുക്കമില്ലാത്ത ഒരു ജീവിതം എല്ലാവർക്കും സ്വീകാര്യമല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ കോശങ്ങൾക്ക് ശരിയായ വിശ്രമം ലഭിക്കുവാൻ സപ്ലിമെൻ്റായി മെഡിറ്റേഷൻ, യോഗ എന്നിവ നിർദ്ദേശിക്കുന്നു. 3 നല്ല ചിന്താഗതി, പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ നല്ല ആരോഗ്യം നിലനിർത്താനാവൂ. ഇന്ന് നാം വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും കൂടുതലും ചീത്ത കാര്യങ്ങളാണെങ്കിൽ മോശമായ ആരോഗ്യമേ ലഭിക്കുകയുള്ളൂ. മുമ്പെല്ലാം മനുഷ്യർ നല്ല കാര്യങ്ങൾ വായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥ പോഷകം. 4 പ്രോപ്പർ ന്യൂട്രീഷൻ. ഈ 4 കാര്യങ്ങളും സമ്പൂർണ്ണ ആരോഗ്യത്തിന് ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യമാണെങ്കിലും മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും ഒരു വ്യക്തിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി ശരിയായ പോഷകമാണ്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് മിക്ക പോഷക വിദഗ്ധർ, ആരോഗ്യ വിദഗ്ധരും അഭിപ്രായ വ്യത്യാസമുള്ള വാക്കാണെങ്കിലും യഥാർത്ഥ പോഷകം യഥാർത്ഥ ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്നുള്ളത് തർക്കമില്ലാത്ത സത്യമാണ്. അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ വരുന്നത് തടയുന്നത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.